ആ നിക്ക് നിക്ക്, എങ്ങോട്ടാ ഇത്ര തിരക്ക്? എന്റെ അമ്മാവൻ അവശ നിലയിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അമ്മാവനായാലും ശരി അമ്മായി ആയാലും ശരി, കവർ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അറിയില്ലേ? അത് പിന്നെ ഇത്തിരി ചോറ് ക്യാൻറ്റീന്ന് വാങ്ങിക്കൊണ്ടുവരിക. ചോറിന്റെ പൊതി മാത്രം കൊണ്ടുപോയാ മതി. ചെല്ല് ചെല്ല് ചെല്ല്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. പ്ലാസ്റ്റിക് സാധനം അകത്ത് കടത്താൻ പറ്റില്ലെന്ന നിയമം ഒരുധനം ഒരു പൗരബോധം ഇല്ല. അല്ല, ഇത് ആര്? ദിനേശനാ? എന്റെ ദിനേശ് എവിടെ? എന്റെ ഒരു ചെങ്ങായി ഇവിടെ ഉണ്ടോ, ഓൻ ഇത്തിരി ചോറും കൊണ്ട് വന്നാ. ചോറ് ഇങ്ങനെ പൊതിയായിട്ടൊക്കെ കൊണ്ടുപോകണ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഈ കവറിലിട്ട് കൊണ്ടുപോയിക്കോളി. അല്ല, പ്ലാസ്റ്റിക് കവറൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ നിയമം? അതെ, പാടില്ല. നിയമം ആര് തെറ്റിക്കുന്നത് കണ്ടാലും ഞാൻ നടപടിയെടുക്കും. പക്ഷെ നിങ്ങൾ നിയമം തെറ്റിക്കുന്നത് തൽക്കാലം ഞാൻ കണ്ടില്ല എന്ന് വെക്കൂ. ഏത്? സന്ദർശക സമയം കഴിഞ്ഞു, പോയിട്ട് നാളെ വാ. പൊന്നു മോനെ, ഞമ്മള് കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണ്. ഒന്ന് കേറി കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളാം. എടോ, തന്നോടല്ലേ അല്ല, ഇതാര്? ഗഫൂർക്കിയോ? കൊറേ ആയല്ലേ കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷം? ഞാൻ ആളറിയാണ്ട്. ആരാ ഇവിടെ കിടക്കുന്നത്? ഇപ്പൊ ആരും ഇവിടെ കിടക്കില്ലാന്ന്. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മളിവിടെ കിടക്കേണ്ടി വരും. ആണോ? എന്ത് പറ്റി? എന്റെ പൊന്നു മോനെ, സുബൈക്ക് ഇണീച്ചപ്പ തുടങ്ങിയാണ് ഭയങ്കര പനിയും തലവേനേ. അകത്ത് ചെന്ന് ഡോക്ടറെ കണ്ടാ മതി. മൂപ്പര് അതിന്റെ ആളാ, പനി സ്പെഷ്യലിസ്റ്റ്. അല്ല, ഡോക്ടർ മുറിയടാണ്. അത് നേരെ അങ്ങ് നടന്നാ മതി. അപ്പോ ഇടത് ഭാഗത്ത് രണ്ടാമത്തെ മുറിയാ. ഇനിയിപ്പോ അഥവാ മൂപ്പര് അവിടെ ഇല്ലെങ്കിലേ അതിന്റെ അർത്ഥം മൂപ്പര് റൗണ്ട്സിന് പോയതാന്നാ. അങ്ങനെയാണെങ്കിൽ നേരെ വെച്ച് പിടിച്ചോ ക്യാന്റീനിലേക്ക്. അല്ല, ക്യാന്റീനും പേഷ്യന്റ് ഉണ്ടോ? ക്യാന്റീനിൽ പേഷ്യന്റ് ഒന്നുമില്ല. ഈ സമയത്ത് പൊറോട്ടയും ബീഫും കിട്ടും. ഡോക്ടറുടെ റൗണ്ട്സ് എന്ന് പറയുന്നത് ക്യാന്റീനിലാ. ഫുഡ് മൂപ്പരുടെ ഒരു വീക്ക്നെസ് ആണ്. ക്യാന്റീനിൽ ചെന്നിട്ട് അവിടെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്യാന്റീനിലെ റൗണ്ട്സും കഴിഞ്ഞ് മൂപ്പര് റീചാർജ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അല്ലല്ലോ, ഫോണ് റീചാർജ് ചെയ്യുന്ന കട പുറത്തല്ലേ? എന്നാ നമ്മൾ ആദ്യം അവിടെ പോയി നോക്കാം. അയ്യോ എന്റെ ഗഫൂർക്ക, ഇതാ റീചാർജ് അല്ല. ഒരാള് വത്സമ്മ സിസ്റ്ററിന്റെ റൂമിലുണ്ടാവും. ഏത്? അത് ശരി, അത് മൂപ്പര വീക്ക്നെസ് ആണ്. അല്ല, നമ്മളിപ്പോ എവിടെ പോയി ഡോക്ടറെ കാണൂന്ന്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. വത്സമ്മ സിസ്റ്ററിന്റെ മുറിയിലും ഇല്ലെങ്കില് മൂപ്പര് റീചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയാ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഡോക്ടറെ കാണാൻ ഡോക്ടറെ വീട്ടിൽ പോണോന്നർത്ഥം. നിങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെ എത്ര പെട്ടെന്ന് മനസ്സിലായി? ചില ആൾക്കാർക്ക് ഈ കഥ ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞാലും പെട്ടെന്ന് പിടികിട്ടൂല. എടോ, പാവപ്പെട്ട രോഗിന്റെ കയ്യിൽ നിന്ന് പീസ് പിയ്യാനേ ഡോക്ടർമാർ ഇതിറ്റാ പണിയൊക്കെ ചെയ്യൂന്ന് മനസ്സിലാക്കാൻ MBBS BBS ഒന്നും പഠിക്കണ്ട. 4ാം ക്ലാസ്സും കുസ്തി മതിയണ്ട.